ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റൻസ് എന്നുള്ള ഫീച്ചർ നമുക്ക് ഇൻബോക്സിലാണ് ഇത് കാണാൻ, അല്ലെ സൈഡിലാണ് ഈ ഒരു ഓപ്ഷൻ കാണാറുള്ളത്. ഇങ്ങനെ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് ടേൺ ഓഫ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു ഫീച്ചർ ഇഷ്ടമായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻബോക്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്. അത് സൈഡിലെ ഒരു ഈ സ്ക്രീൻ സൈഡിലായി വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ആക്സിഡൻ്റലി അത് ടച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻബോക്സ് സ്ക്രോൾ ചെയ്യുമ്പോഴും ഇതൊരു ഡിസ്റ്റർബൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ടേൺ ഓഫ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നത് കണ്ടു, അതായത് ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. താഴെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ടേൺ ഓഫ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ നേരെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിനായി ജസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർഫേസ് എങ്ങനെയാണ് കാണാം, അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡ് വരും. ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. സോ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് പ്രൊഫൈലിൽ പോകും. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 ലൈൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരും, അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിംഗ്സ് എടുത്ത ശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് കണ്ടന്റ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടന്റ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായിട്ട് ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്തിടുക. അത് ടേൺ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റൻസ് എന്നുള്ള നമ്മുടെ ഇൻബോക്സിലുള്ള ഈ ഒരു ഫീച്ചർ ഓഫ് ചെയ്തിടാൻ പറ്റുള്ളൂ. സോ ശ്രദ്ധിക്കണം, അതായത് ഇത് ഓൺ ചെയ്താണ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾ അതായത് ഇൻസ്റ്റൻസ് എന്നുള്ള ആ ഒരു ഫീച്ചർ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു. ബൈ.